ഹായ്, നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഓട്ടോകാഡിൽ എങ്ങനെയാണ് ക്യൂബ് പ്രോപ്പർട്ടീസ് എനേബിൾ ചെയ്യുന്നതും ഡിസേബിൾ ചെയ്യുന്നതും എന്നാണ്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് ഒരു കാര്യം, നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. അപ്പോഴായിരിക്കും ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോയും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുക. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഞാൻ അതിനുവേണ്ടി ഇവിടെ ഒരു ഓട്ടോകാഡ് ഫയൽ ഓപ്പൺ ചെയ്യുന്നു. ഇതാ ആ ഫയൽ ഇവിടെ ഓപ്പൺ ആയിട്ടുണ്ട്. ഞാൻ ഇനി ഇതിലുള്ള ഒരു ഒബ്ജക്റ്റ് സെലക്ട് ചെയ്യുകയാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ ക്യൂബ് പ്രോപ്പർട്ടീസ് ഇവിടെ സെലക്ട് ചെയ്യുമ്പോൾ തന്നെ വന്നു കഴിഞ്ഞു. ഞാനിവിടെ എസ്കേപ്പ് അടിക്കുന്നു, വേറൊരു ഏരിയയിൽ സെലക്ട് ചെയ്യുന്നു. എവിടെ സെലക്ട് ചെയ്താലും ഇതുപോലെ ക്യൂബ് പ്രോപ്പർട്ടീസ് ഓണായി വരുന്നുണ്ട്. ഇത് നമുക്ക് വേണ്ട എന്നുണ്ടെങ്കിൽ അത് എങ്ങനെയാണ് ഡിസേബിൾ ചെയ്യുന്നത് എന്ന് നോക്കാം. നമുക്ക് രണ്ട് തരത്തിൽ ഇത് ചെയ്യാൻ പറ്റും. ആദ്യം നമുക്ക് കമാൻഡ് ഉപയോഗിച്ച് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാൻ ഇവിടെ QPMODE എന്ന് ടൈപ്പ് ചെയ്ത് എൻ്റർ കൊടുക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും എൻ്റർ ന്യൂ വാല്യൂ ഫോർ QPMODE. അത് നിങ്ങൾ 0 ആക്കി കൊടുക്കുക. 0 ആക്കി കൊടുത്താൽ എന്താ സംഭവിക്കുന്നതെന്ന് നോക്കാം. 0 ആക്കി കൊടുത്ത് എൻ്റർ കൊടുക്കുക. ഇനി നമുക്ക് ഈ ഏരിയ ഒന്ന് സെലക്ട് ചെയ്ത് നോക്കാം. ഇപ്പോൾ ആ ക്യൂബ് പ്രോപ്പർട്ടീസ് വരുന്നില്ല. ഇനി ഒന്നുകൂടെ നോക്കാം. QPMODE കൊടുത്ത് എൻ്റർ കൊടുക്കുക. 0 കൊടുത്തു. ഇനി -1 കൊടുക്കുക. -1 കൊടുത്ത് എൻ്റർ കൊടുക്കുക. ഇനി നമുക്കൊന്ന് സെലക്ട് ചെയ്ത് നോക്കാം. ഇപ്പോഴും വരുന്നില്ല. ഇനി അത് വരണമെന്നുണ്ടെങ്കിൽ, അതായത് അത് എനേബിൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ QPMODE കൊടുക്കുക, എൻ്റർ കൊടുക്കുക. ഇപ്പോൾ -1 ആണുള്ളത്. ഞാനത് 1 ആക്കി കൊടുക്കുന്നു, എൻ്റർ കൊടുക്കുന്നു. ഇനി സെലക്ട് ചെയ്താൽ അത് വരുന്നതായിരിക്കും. അത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇനി അത് QPMODE 2 കൊടുത്താലും അതേപോലെ തന്നെയാണ്, അത് വരുന്നതായിരിക്കും. ഞാൻ 2 കൊടുത്ത് എൻ്റർ കൊടുക്കുന്നു. ഇപ്പോഴും അത് വരുന്നുണ്ട്. ഇനി ഞാനിത് വീണ്ടും ഡിസേബിൾ ചെയ്യുന്നു. QPMODE എൻ്റർ 0 എൻ്റർ. ഇനി നമുക്ക് രണ്ടാമത്തെ ഓപ്ഷൻ, ഞാനിപ്പോൾ ഇത് സെലക്ട് ചെയ്തുകൊണ്ട് തന്നെ Ctrl+Shift+P, അതായത് കൺട്രോളും ഷിഫ്റ്റും ഹോൾഡ് ചെയ്തുകൊണ്ട് P എൻ്റർ ചെയ്യുക. ഇനി സെലക്ട് ചെയ്താൽ നിങ്ങൾക്കത് കാണാൻ പറ്റും. കീബോർഡിൽ Ctrl+Shift+P. ഇപ്പോൾ അത് നിങ്ങൾക്ക് വന്നതായിട്ട് കാണാൻ പറ്റും. ഞാൻ ഒരു പ്രാവശ്യം കൂടെ അത് അടിക്കുകയാണെങ്കിൽ അത് ഓഫ് ആവുന്നതുമായിരിക്കും. ഞാൻ വീണ്ടും Ctrl+Shift+P അടിച്ച് വീണ്ടും അത് സെലക്ട് ചെയ്യുന്നു. ഇപ്പോൾ അത് വരുന്നില്ല. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞ ഓട്ടോകാഡിലെ ക്യൂബ് പ്രോപ്പർട്ടീസ് എനേബിൾ ചെയ്യുന്നതും ഡിസേബിൾ ചെയ്യുന്നതും നിങ്ങൾക്കെല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, അറിയാത്തവർക്ക് വേണ്ടി ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻസിൽ രേഖപ്പെടുത്തുക. എല്ലാവർക്കും നന്ദി.